LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇലക്ഷൻ പ്രചരണ മുദ്രാവാക്യം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചോദിക്കുന്ന ചോദ്യം LDF അല്ലാതെ മറ്റാരുണ്ട്, അതിൻ്റെ രാഷ്ട്രീയമായ അർത്ഥതലങ്ങൾ, ഇന്നർ മീനിങ്സ് എത്ര വ്യാപ്തിയുള്ളതാണ്, എത്ര വലുതാണ് എന്ന് ആർക്കൊക്കെ മനസ്സിലായില്ലെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്, UDF നേതൃത്വത്തിന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ വളരെ കൃത്യമായി രാഷ്ട്രീയമായ ഈ ചോദ്യത്തെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയമായ ഈ ചോദ്യത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ, നേരിടാൻ, അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ തികച്ചും രാഷ്ട്രീയേതരമായൊരു വിഷയത്തിലേക്ക് കേരളത്തിൻ്റെ ചർച്ചകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ CPIM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്നാണല്ലോ കോൺഗ്രസ് UDF ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുന്നത്. അത് ഒരു ഒറ്റ കേൾവിക്ക് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഒരു രാഷ്ട്രീയമായ സംവാദ വിഷയമാണ് എന്ന് തോന്നും. യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയമായ ഉള്ളടക്കമില്ലാത്ത ഒരു വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വിഷയവും ഇല്ലാതെ ഇലക്ഷന് പതറി നിൽക്കുന്ന, അതായത് സർക്കാരിനെതിരെ LDF-നെതിരെ ഒരു പ്രഹരശേഷിയുള്ള വിഷയമില്ലാതെ പതറി നിൽക്കുമ്പോൾ രാഷ്ട്രീയമായി LDF-നെ ഫേസ് ചെയ്യാൻ, അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ അവർ എടുത്തിടുന്ന ഒരു വിഷയമാണ്. അത് അടിസ്ഥാനമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് പൊളിറ്റിക്കൽ അല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം കോൺഗ്രസിനും UDF-നും മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ഹ്രസ്വമായി വിശദീകരിക്കാം. ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മൂന്ന് വാക്കുകളുള്ള ഒരു സ്ലോഗൻ, ഒരു വാചകം മുമ്പും പുറകുമില്ലാത്ത, അല്ലെങ്കിൽ വാലും തലയുമില്ലാത്ത, വെറുതെ അന്തരീക്ഷം നിൽക്കുന്ന ഒരു മുദ്രാവാക്യമല്ല, ഒരു പ്രചാരണ മുദ്രാവാക്യമല്ല. അത് ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം, നവകേരള സൃഷ്ടിക്ക് LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാൻ കഴിയും. സ്ത്രീപക്ഷ നവകേരളത്തിന് ഇടതുപക്ഷ അല്ലാതെ മറ്റാരുണ്ട്. ദളിതുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിത ജീവിതത്തിന് LDF അല്ലാതെ മറ്റാരുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ കേരളത്തിൻ്റെ കുതിപ്പിനെ നയിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ കൃത്യമായി നൽകാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് രാജ്യത്തിന് മാതൃകയായി കേരളത്തെ നയിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. സമയത്ത് പാഠപുസ്തകം കൊണ്ടുവരാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. സർക്കാർ ആശുപത്രികളിൽ കൃത്യമായി മരുന്ന് ഉറപ്പാക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഴിഞ്ഞ 5 വർഷത്തെ, അതിനു മുമ്പ് ഒരു 5 വർഷത്തെ, അങ്ങനെ 2016 മുതൽ തുടർച്ചയായ 10 വർഷം കേരളത്തെ അതിൻ്റെ സമഗ്രതയിൽ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതവും സന്തോഷഭരിതവുമായ ഒരു പോസിറ്റീവ് ലൈഫിനെ നയിച്ച ഒരു മുന്നണി ചോദിക്കുകയാണ് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്. ഞങ്ങൾ എന്ന തികച്ചും വ്യക്തിനിഷ്ഠമാകാവുന്ന ആ ചോദ്യത്തിന് പകരം ഒരു മുന്നണിയെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ VK പ്രശാന്ത് അല്ലാതെ മറ്റാരുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റാരുണ്ട് എന്നൊരു പോസ്റ്റ് ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. പകരം എല്ലായിടത്തും സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഫോട്ടോയും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ചോദ്യം, പ്രധാനപ്പെട്ട പ്രചാരണ മുദ്രാവാക്യം LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ്. LDF എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധാനം ചെയ്യുന്ന ഈ പറഞ്ഞ ഭരണപരവും രാഷ്ട്രീയവും വികസനപരവുമെല്ലാമായ ജനക്ഷേമപരമായ ഒരു പാക്കേജിൻ്റെ പേരാണ് ഈ പറഞ്ഞ
കുതിപ്പ്, ഈ പറഞ്ഞ മുന്നണിയുടെ ചോദ്യം, ഈ പറഞ്ഞ മൂന്നാമത് വരുമെന്നുള്ള വിജയപ്രതീക്ഷ, അതിലേക്ക് ജനങ്ങളെ എടുത്തിടുകയല്ല, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഈ മുദ്രാവാക്യത്തിന് രാഷ്ട്രീയമായ ഇന്നർ മീനിങ്സ് മറ്റാരേക്കാൾ ശരിയായി മനസ്സിലാവുന്നത് കോൺഗ്രസിനും UDF-നുമാണ്. അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാതെ കനത്ത പ്രഹരശേഷിയുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തെ, ഒരു പൊളിറ്റിക്കൽ സ്ലോഗനെ അതേ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ശേഷിയില്ലാതെ അവർ ഡീൽ എന്ന് പറയുന്ന ഇല്ലാത്തൊരു സാധനത്തിലേക്ക് പോകുന്നത്. ഡീൽ എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സാധനമാണ് എന്നും CPM-ഉം BJP-യും തമ്മിൽ രാഷ്ട്രീയ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണെന്നും അവർക്കറിയാം. ഇല്ലാത്ത കാര്യമാണ്. ഇല്ലാത്ത കാര്യത്തെ ഉണ്ടെന്ന് വരുത്തി CPM-നെ താറടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ രാഷ്ട്രീയം, ഈ നമ്മൾ ആദ്യം പറഞ്ഞ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ഒരുപാട് മുനകളുള്ള, ഒരുപാട് പ്രഹരശേഷിയുള്ള, 1000 കൈകളുള്ള, 1000 നാവും 1000 കൈകളുമുള്ള ആ മുദ്രാവാക്യത്തെ അതേവിധം അഭിമുഖീകരിക്കാൻ അവർ കെൽപ്പില്ലാത്തവരായി പോയതുകൊണ്ടാണ്. അതുകൊണ്ട് കേരളം ഒരേ സമയം കേൾക്കുകയും തിരിച്ച് ചോദിക്കുകയും ജനങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ ചോദ്യം ഒരു കൊടുക്കൽ വാങ്ങൽ ചോദ്യമാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ഒരാൾ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ അയാൾ വേറൊരു ഒക്കേഷനിൽ വേറൊരാൾ ചോദിക്കും LDF അല്ലാതെ മറ്റാരുണ്ട്. ആ ചോദ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനായി കേരളത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി കൃത്യമായി ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടേയിരിക്കും, പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും. അതിനൊപ്പിച്ച് ഡീൽ പോലുള്ള വ്യാജമായ ദുർബലമായ പ്രതിരോധ ശ്രമങ്ങൾ UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അതിനെ ഒരൊറ്റ മുദ്രാവാക്യത്തിൻ്റെ എല്ലാ പ്രഹരശേഷിയുടെയും ജനപക്ഷ ഉള്ളടക്കം കൊണ്ടാണ് ഇടതുപക്ഷം ഇനിയുള്ള ദിവസങ്ങളിൽ നേരിടുക എന്ന് വ്യക്തമാണ്. ഈ ഇലക്ഷനിലേക്ക് കൗണ്ട് ഡൗൺ തുടങ്ങി. 13 ദിവസമാണ് കേരളത്തിലെ അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. ഈ 13 ദിവസങ്ങളിൽ 13,000 തവണ ഈ ചോദ്യം, 13 ലക്ഷം തവണ, 13 കോടി തവണ കേരള ജനങ്ങൾ ചോദിക്കും. അപ്പോഴെല്ലാം തിരിച്ച് ഈ ഡീൽ കൊണ്ട് സൂര്യൻ്റെ പ്രകാശത്തെ പഴംപുറം കൊണ്ട് തടയുന്നത് പോലെ UDF തടയാൻ കഴിയുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. കഴിയില്ല എന്ന് കേരളത്തിന് നല്ല ബോധ്യമുണ്ട്. നന്ദി, നമസ്കാരം.